മഞ്ചേരി വേണു ചേട്ടാ, ഇപ്പൊ നമ്മള് തുടക്കത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അവരവരുടെ കഴിവുകൾ രാഗി മിനുക്കി വന്നിരിക്കുകയാണ്. നല്ല പോലെ ഒരു മിനുക്കമുണ്ട്, നല്ല ഒരു തെളിച്ചവും ഒരു വെട്ടമൊക്കെ കാണുന്നുണ്ട് ഇവരുടെ ടാലന്റിൽ അല്ലേ? വെരി മച്ച്. പിന്നെ അപ്പോ അടുത്ത റൗണ്ട് ഞാൻ ഈ വാക്ക് ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. ഡെയിൻ ഇത് എവിടെ നിന്ന് പഠിച്ചതാ? ഇതുവരെ കൊണ്ടുവരാത്തൊരു വാക്ക് രാഗി മിനുക്കി എന്നൊക്കെ. അതെല്ലാരും എന്നെ നോക്കി പറയാറുണ്ട്. ഡെയിൻ പണ്ട് വന്ന ഡെയിൻ അല്ല ഇപ്പൊ. ഡെയിന്റെ ടാലന്റിന്റെ രാഗി മിനിക്കാണ് ഈ ലെവലിൽ എത്തിയെന്നൊക്കെ അങ്ങനെ പഠിച്ചെടുത്തു ഞാൻ. ശരി, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം നിഖില.
ഇത് പഞ്ചമി രാഗമാണ് അല്ലേ? ഒരു മൈനർ രാഗമാണ് അല്ലേ? പഞ്ചമി രാഗോ? അങ്ങനെ ഒരു രാഗം ഇല്ലല്ലോ. അങ്ങനെ രാഗില്ല, ഇല്ല. അത് പലരും പറയുന്ന അറിയാവുന്നതുകൊണ്ടാണ്. ഇത് മൈനർ ഒരു രാഗമാണ് അല്ലേ? അല്ല, ഇത് രണ്ടും രാഗങ്ങൾ മിക്സ് ആയിട്ട് വരുന്നുണ്ട്. മിക്സ് ആയിട്ടുള്ള. അതെ. അല്ല, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ആസ്കിങ്. നമ്മളിപ്പോ നമുക്ക് രാഗത്തിനെ പറ്റിയൊക്കെ അറിയാവുന്ന നാട്ടുകാരൊക്കെ അറിയട്ടെ അല്ലേ മഞ്ജരി? ഞങ്ങൾ അന്ന് പറഞ്ഞ ഒരു രാഗം അത് പഠിച്ചോ? ഒരു ഇമ്പോസിഷൻ തന്നിരുന്നല്ലോ അവിടെ. എനിക്ക് നിങ്ങൾ ഇത് എപ്പോ വേണമെങ്കിൽ ചോദിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഏത് രാഗം വേണം നിങ്ങൾക്ക്? ഏതൊക്കെ രാഗം ഉണ്ട് അതില്? ഇത് വായിക്കാൻ തന്നെ പറ്റത്തില്ലല്ലോ. ഇത് ആരെഴുതിയതാ? ഞാൻ തന്നെ എഴുതിയതാ. ഇനി അതിലും സംശയ മഞ്ജരി? അതെ. ഒന്ന് വായിച്ചു കൊടുത്ത എല്ലാവർക്കും ഒന്ന്. കനകാംഗി, രത്നാംഗി, ഗാനമൂർത്തി, വജസ്പതി, നാട്ടരാഗം. ഇതൊക്കെ രാഗങ്ങളാണോ? രാഗങ്ങളാണോ? പഞ്ചമി എന്ന് പറഞ്ഞ രാഗമില്ല. പഞ്ചമി എന്ന് പറഞ്ഞ രാഗില്ല. ഇതേപോലെ ഞാൻ പല രാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ഈ രാഗങ്ങളോടൊക്കെ ഒരു സഞ്ചാരം നടത്തിയിരുന്നു. നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് സംഗീതത്തിൽ ഒരു മുങ്ങാങ്കുഴി ഇട്ടൊന്ന് തപ്പി. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ പഠിച്ചിരിക്കുന്ന രാഗങ്ങൾ മാത്രമല്ല, അല്ലാത്ത പല രാഗങ്ങളും പല പാട്ടുകളും വന്നു പോകുന്നുണ്ട്. ഞാൻ തന്നെ പലതും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോ കോമാളരാഗം. കോമാളരാഗം കേട്ടിട്ടില്ലല്ലോ? അതാ, എന്നെ പോലുള്ള പലരും പാടുമ്പോ അതൊരു കോമാള രാഗമായിട്ട് മാറുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് പല രാഗങ്ങളും പലരും പാടുന്നതനുസരിച്ച് രാഗങ്ങൾ മാറുന്നുണ്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്. ശരിയാണോ? പാടുന്നതനുസരിച്ച് രാഗം മാറും? ഇല്ല. ഇങ്ങനത്തെ പുതിയ അറിവുകൾ, അതാണ് മ്യൂസിക് വൈഫിന്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും ഈ വേദിയിൽ നിന്ന് അറിഞ്ഞ് നേടിയെടുക്കാൻ സാധിക്കുന്നു അല്ലേ? ഇനി നമുക്ക് നിഖില പാടിയ ഗാനത്തെ പറ്റി സംസാരിക്കാം. മഞ്ജരി, നിഖില പാടിയ പാട്ടിനകത്ത് മുഴുവനും ഫ്ലൂട്ടിന്റെ ബിറ്റുകളായിരുന്നു. അതിലോട്ടാണ് നമ്മൾ എത്തുന്നത്. സെമി ഫൈനലായി എത്തി ഹൈദരാബാദ്. കഴിഞ്ഞ ഫിനാലേക്ക് നമ്മുടെ രാസാത്തി വന്നു, പുള്ളിനെ കൊണ്ടുപോയി. ഇപ്പൊ കറക്റ്റ് സെമി ഫൈനലായപ്പോ എത്തിയിരിക്കുക. ഫൈനലിൽ ആരെങ്കിലും വന്നാലോ ചീഫ് ഗസ്റ്റ്? രാസാത്തി ഞങ്ങളിപ്പോ വിളിക്കില്ല തൽക്കാലം. അതെ, ഞങ്ങൾ പുതിയ ഗസ്റ്റിനെ വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഫിനാലെ ആവുമ്പത്തേക്ക് ഫ്ലൂട്ട് മാത്രല്ല, ബാക്കി എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഒക്കെ റെഡിയായി നല്ല സ്റ്റൈലായിട്ടൊക്കെ ആർക്കെങ്കിലും അങ്ങനെ ബിരിയാണി കഴിക്കാൻ കിട്ടിയാലോ? കാരണം ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ പറ്റിയോ? പോയിട്ട് കിട്ടിയില്ല, മേടിച്ചു തന്നില്ല അല്ലേ? പറ്റിച്ചു. ശരി, അപ്പൊ എന്തായാലും ഫിനാലെ വരെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വരുന്ന ഗസ്റ്റിനെ ഇംപ്രസ് ചെയ്യിപ്പിക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ചേട്ടാ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല. അല്ല, ഇപ്പൊ ആ വീഡിയോ ഭയങ്കര വൈറലാ ആയിക്കൊണ്ടിരിക്കുവല്ലേ? അതെ അതെ. ശരി, അപ്പൊ എന്തായാലും മഞ്ജരി, നിഖില പാടിയ ഗാനത്തെ പറ്റി സംസാരിക്കും. നിഖില നല്ലൊരു പാട്ട് നന്നായി പാടി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ആ പാട്ടില് അതിന്റെ ഫീലൊക്കെ ഉൾക്കൊണ്ട് പാടിയിട്ടുണ്ട്. ചെറിയ ആ ഒരു സംഗതി പഠിക്കാഞ്ഞതാണോ അതോ അത് സ്ലിപ്പായതാണോ? രണ്ട് മൂന്ന് പ്രാവശ്യം അത് തന്നെ അല്ലേ? കുറച്ചുകൂടെ ഒന്ന് ഫൈൻ ആവാട്ടോ. പാതിരാമഴ ഏതോ ഫിനിഷിങ്സ് ഒക്കെ ഇല്ലേ, കുറേ ഫിനിഷിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ചിലത് സ്റ്റഡി അല്ല. അപ്പോൾ അതിൻ്റെ മേലെ ഒന്ന് വർക്ക് ചെയ്ത് അത് റെഡിയാക്കണം. അതല്ലെങ്കിൽ നന്നായി പാടി, ഗംഭീരമായിട്ട് പാടി. നിഖില, ഈ വോയിസിലെ ഒരു ചെറിയൊരു ഭയം എനിക്ക് തോന്നിയതാണോ അതോ ഉണ്ടോ? ഇല്ല, ഇപ്പം കുറച്ച്. ഞങ്ങളൊക്കെ വളരെ സ്നേഹനിധികളല്ലേ, എന്തിനു ഭയക്കണേ? വൈ ഹിയർ വെൻ വി ആർ ഹിയർ? അതെ, ഒരു നിധി ഇത്, അടുത്ത നിധി അത്, അപ്പുറത്ത് നോക്കിയിരിക്കുന്ന നിധി വേറെ ഒന്ന്. രണ്ട് നിധികളാണ് ഇവിടെ ഉള്ളത്. ഇത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു മൂന്നാമതൊരു നിധി. നിഖില നന്നായി പാടി. ഒരേ ഒരു ഇതിപ്പോ നിഖില പാടിയ പാട്ട്, ഇത് ചിത്ര പാടിയ വേർഷൻ, ദാസേട്ടൻ പാടിയ വേർഷനിൽ ഏകനായി നീ ആണ്. ചിത്ര പാടുമ്പോൾ ഇറ്റ് ഈസ് ഏകയായി നീ എന്നാണ്. ആ ലിറിക്സ് ഒരു സ്വിച്ച്, അത്രയേ ഉള്ളൂ. അതൊരു തെറ്റ് അല്ല, ബട്ട് ഒരു 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 കോമൺ സെൻസ്. ഫീമെയിൽ പാടുമ്പോൾ ഏകയായി നീ എന്നാണ് അല്ലേ? ലീവ് ഇറ്റ്. പാട്ട് ഇറ്റ് ഇസ് ഗുഡ്, നന്നായിരുന്നു കേട്ടോ. ഇന്ന് ആരൊക്കെയോ വന്നിട്ടുണ്ടല്ലോ പുതിയതായിട്ട്, നമ്മൾ കാണാത്ത. വീട്ടിൽ എല്ലാരും വന്നിട്ടുണ്ട്, എല്ലാരും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ റൗണ്ടിലൊന്നും വരാൻ പറ്റിയില്ലായിരുന്നു. അവര് മലയ്ക്ക് പോയി, അങ്ങനെ കുറച്ച് ആരൊക്കെയാ അവിടെ ഇരുന്ന് കൈയൊക്കെ കൊട്ടുന്നത്? അച്ഛൻ, അമ്മ, പിന്നെ ഹസ്ബൻഡിന്റെ അച്ഛൻ, അമ്മ, മക്കള് എല്ലാരും ഉണ്ട്. എല്ലാരും മലയ്ക്കൊക്കെ പോയി തിരിച്ചെത്തി. പ്രാർത്ഥിച്ചോ നിഖിലയ്ക്ക് വേണ്ടി? ഇതിലാരാ നിഖിലേനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? എല്ലാരും സപ്പോർട്ട് തന്നെയാണ്. പക്ഷെ എനിക്ക് ചെറുപ്പം മുതലേ എന്റെ അച്ഛനാണ് എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്നത്. അച്ഛൻ എങ്ങനെ പാടുവോ? അച്ഛന്റെ കുടുംബത്തിലെ ഏകദേശം എല്ലാരും ചെറുതായിട്ടൊക്കെ പാടും. അച്ഛൻ അവിടെ ഇരിക്കേണ്ട ആളല്ല, അച്ഛൻ വേദിയിലേക്ക് വരൂ പ്ലീസ്.
അച്ഛനെ പറ്റി പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അതായത് ഞാൻ ഉണ്ടായ സമയത്ത് അച്ഛൻ്റെ കൂടെ അമ്പലത്തിലൊക്കെ ചെറിയ ഭജനകളിലൊക്കെ പാടിയപ്പോഴാണ് എനിക്ക് പാട്ട് പാടാനുള്ളൊരു കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും മ്യൂസിക് നന്നായിട്ട് പഠിപ്പിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒന്നാമത് വയനാടാണ്, അവിടെ ഒന്നാമത് ഈ ഒരു ആക്സസ് കുറവാണ്. അപ്പോൾ ഞാൻ ഉണ്ടായ സ്ഥലത്ത് ആ ഒരു ആക്സസിബിലിറ്റി ഇല്ലായിരുന്നു. അങ്ങനെ എന്നെ മ്യൂസിക് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ വീടൊക്കെ വിറ്റ് വേറെ സ്ഥലത്ത് പോയി വീട് വെച്ച ഒരാളാണ്. സ്വന്തം വീട് മ്യൂസിക് പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് മാറി. പിന്നെ നമ്മൾ ഒരുപാട് കാലം വാടകയ്ക്കായിരുന്നു. അങ്ങനെ നിന്ന് സതീദേവി എന്ന് പറയുന്ന ഒരു ടീച്ചറെ അടുത്ത് ഒരുപാട് കാലം പഠിപ്പിച്ചു. അങ്ങനെ ടീച്ചർ എന്നെ ഫീസ് ഇല്ലാതെയൊക്കെ ഒരുപാട് കാലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ എന്നും എൻ്റെ കൂടെ എൻ്റെ അമ്മേനെ പോലെ നിൽക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പോൾ അച്ഛനാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിന് സപ്പോർട്ടായിട്ട് നിന്നത്. അച്ഛൻ എന്ത് ചെയ്യുന്നു? കാർപ്പൻട്രി വർക്കാണ്. ഓ അച്ഛാ, ഇപ്പോൾ നേരത്തെ നിഖില പറഞ്ഞ പോലെ വീടൊക്കെ വിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു ജീവിതത്തിൽ. ഒപ്പം തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിഖിലെ ഇവിടം വരെ എത്തിച്ചത്. ഇപ്പം ഇങ്ങനെ ഒരു വലിയ വേദിയിൽ നിഖിലയുടെ ഇങ്ങനെ ഒരു എല്ലാവരും നല്ല കമൻസ് ഒക്കെ പറയുന്ന ഒരു പെർഫോമൻസ് കണ്ടതിന് ശേഷം ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ, മകളോട് ചേർന്ന് ഇവിടെ നിൽക്കുമ്പോൾ എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. നിഖില, എനിക്കൊരു ചെറിയ ആഗ്രഹം. ഇപ്പോൾ പണ്ട് അമ്പലത്തിലൊക്കെ ഭജന പാടിയിട്ടാണ് അച്ഛൻ തിരിച്ചറിഞ്ഞത് മകളിലെ സംഗീതം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അച്ഛന് വേണ്ടി ഒരു ഭജന ഒന്നിച്ചൊരു പാട്ട് പാടാം. ഭജന തന്നെ വേണമെന്നില്ലല്ലോ. ഇല്ല, ഏതായാലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഏത് പാട്ട് പാടിയാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. വിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു. ശരിക്കും ഈ പാട്ട് കേൾക്കുമ്പോ ഇവരുടെ കഥയും കൂടെ കേൾക്കുമ്പോ ശരിക്കും നമ്മുടെ കണ്ണ് നനഞ്ഞു പോവാ. കാരണം ഒരു അച്ഛൻ ജീവിതത്തിൽ സമ്പാദിച്ചതൊക്കെ വിറ്റ് മോളെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തൊന്നും സംഗീതത്തിന് ഒരു ആക്സസും ഇല്ലാത്തൊരു സ്ഥലത്തുനിന്ന് മാറി എല്ലാവരെയും പറിച്ചു നട്ടു വേറൊരു സ്ഥലത്തേക്ക് പാട്ട് പഠിക്കാൻ മോൾക്ക് വേണ്ടിയിട്ട് മാത്രം. അയ്യോ, അച്ഛനൊരു വലിയ സല്യൂട്ട്. പഠിച്ചതിന് ശേഷം എന്നെ മ്യൂസിക് കോളേജിൽ വിടാനുള്ള മെയിൻ കാരണം അച്ഛൻ തന്നെയാണ്. അപ്പൊ എല്ലാത്തിനും അതുപോലെ തന്നെ ഇപ്പം വിവാഹശേഷം ആണെങ്കിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയൊക്കെ വളരെ സപ്പോർട്ടാണ്. അച്ഛനും ചെറുതായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന ആളാണ്. അച്ഛൻ എങ്ങനെ ആ സമയത്ത് തോന്നിയിരുന്നോ മോള് ഇങ്ങനെ പാടും എന്നൊക്കെ? നമ്മൾ ഇങ്ങനെ ഒരു സാഹസം ചെയ്യുമ്പോഴേ നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് മോൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് മാറാന്ന് പറയുമ്പം എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ഒരു? അത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, രാജീവേട്ടൻ എന്ന് പറഞ്ഞ എൻ്റെ ചെറുപ്പം മുതലുള്ള സുഹൃത്താണ്. അദ്ദേഹമാണ് ഇവിടെ ഒരു മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പാടും എന്നുള്ള ഒരു കഴിവ് കണ്ടെത്തിയത്. അപ്പൊ അന്ന് പിന്നെ 3ാം ക്ലാസ്സിൽ പാടുമ്പോൾ ഈ ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ സ്കൂളിൽ നിന്ന് പങ്കെടുത്തു. അതിൽ സബ് ജില്ലയിൽ ഫസ്റ്റ് മേടിച്ചു. അതിനുശേഷമാണ് ഞാനിവിടെ പാടാനുള്ള കഴിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പിന്നെ ആദ്യം താമസിച്ചിരുന്ന പുൽപ്പള്ളിയിലെ സീതാമൗണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ മ്യൂസിക് ടീച്ചേഴ്സ് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റിയ ആരും ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് ഞാൻ പറ്റിയിട്ട് ഒരു 60 കിലോമീറ്റർ പടിഞ്ഞാറത്ര ഇവിടെ ബാണാസുര ഡാം അവിടെ അതിൻ്റെ അടുത്ത് ആണ് കാവുമെന്ന സതി ദേവി ടീച്ചറൊക്കെ ഉള്ളത്. അപ്പൊ സതി ദേവി ടീച്ചറിന്റെ അടുത്താണ് ആദ്യമായിട്ട് സംഗീതം പഠിക്കാൻ മോളെ. അച്ഛാ, ഞാൻ ഈ ഒരു നിമിഷം വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ വീടെന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ഒരു വലിയ സ്വപ്നം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ടുള്ള ഒരു വീട്. ആ ഒരു വീട് ചില കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി വിൽക്കേണ്ടി വന്നപ്പോൾ അതൊരു വലിയ റിസ്ക് ആയിരുന്നില്ലേ? അല്ല, എനിക്കതങ്ങനെ തോന്നിയില്ല. എനിക്ക് വീടിനേക്കാളും വലുത് എൻ്റെ മോളും എൻ്റെ മോളുടെ ഭാവിയായിരുന്നു.
എന്തായാലും മകൾ അങ്ങനെ ഒരു വലിയ ഭാവിയിലോട്ട് യാത്ര ആയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ദാ വലിയൊരു താരമായിട്ടാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും. ഈ മ്യൂസിക്കൽ വൈഫിന്റെ പ്രത്യേകത നമുക്ക് ഈ സ്നേഹബന്ധങ്ങളുടെ ആ വില നമുക്ക് സംഗീതത്തിലൂടെ നമുക്ക് ഇവരെല്ലാരും കാണിച്ചു തന്നുകൊണ്ടിരിക്കുക. ഈ മാതാപിതാക്കളുടെയൊക്കെ ആഗ്രഹമില്ലേ മക്കളെ ഒരു നല്ലൊരു വേദിയിൽ കാണണം എന്നുള്ളത്? ശരിക്കും ഇവിടെ ഓരോരുത്തർ വന്നിട്ട് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ വലിയ ആഗ്രഹം ഇവിടെ സാക്ഷാത്കരിക്കുകയാണ്. അപ്പം മ്യൂസിക്കൽ വൈഫ് എന്ന് പറയുന്ന ഈ ഒരു വേദിയും ധന്യമാവുകയാണ്. വേണിച്ചേട്ടാ, ഈ ഒരു അച്ഛൻ മകൾ സ്നേഹം പാട്ടിന് വേണ്ടി ആക്ച്വലി എൻ്റെ കണ്ണ് ശരിക്ക് നനഞ്ഞു ആ ഒരു കഥ കേൾക്കുമ്പോൾ. ഇറ്റ് വാസ് സോ ടച്ചിങ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് സ്നേഹമൊക്കെ എന്നും നിഖിലയുടെ കൂടി ഉണ്ടാവുക. നിഖില ദാ ഉയരങ്ങൾ താണ്ടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഒരു ബെസ്റ്റ് വിഷസ് ഒക്കെ പറഞ്ഞ് അവിടെ പോയിരുന്നോളൂ. അപ്പൊ എന്തായാലും ദാ അച്ഛൻ അവിടെ ചെന്നിരുന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഒരുപാട് പേര് വന്ന് എല്ലാവരും സപ്പോർട്ട് ഉണ്ട്. നന്നായി പാടാൻ പറ്റി എന്നൊക്കെ തന്നെയാണ് എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ. ഇനി ഒരു റൗണ്ടും കൂടി ഉണ്ട് അല്ലേ? ഏതാണ്? ക്യാരക്ടർ റൗണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നന്നായി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. താങ്ക് യു. ഒരു വലിയൊരു മാറ്റം വന്നിട്ടാ. നിങ്ങളുടെ കുറുമ്പൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും മിണ്ടാതിരുന്ന് മാർക്കിടുന്നു. അടുത്ത കണ്ടസ്റ്റന്റ് ആരാന്ന് ചോദിക്കുന്നു. കഴിഞ്ഞ റൗണ്ടിൽ ഇച്ചിരി ഉഴപ്പുണ്ടായിരുന്നു. മഞ്ചേരി നല്ല ഉഴപ്പുണ്ടായിരുന്നു. ഗ്യാപ്പ് കിട്ടി അപ്പൊ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എല്ലാ സൈഡിൽ നിന്ന്. ഇനി ഞങ്ങള് ഡെന്നിനെ കുറിച്ച് പരദൂഷണം പറയാന്ന് വിചാരിക്കണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാം. പരദൂഷണായിരുന്നോ അല്ല, പറഞ്ഞില്ല? ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങള് ലോക കാര്യങ്ങൾ. ഓ, ആ സംസാരമായിരുന്നു അല്ല. അപ്പൊ ഈ റൗണ്ടിൽ വേണ്ട, ഇപ്പൊ സംസാരം കുറച്ച് കുറഞ്ഞു. ഈ റൗണ്ടിൽ എല്ലാരും ഗംഭീരമായിട്ട് പാടല്ലേ? അപ്പൊ അധികം സംസാരിക്കേണ്ടി വരുന്നില്ല. മിക്കവാറും എല്ലാരും ഫൈനലിലോട്ട് വരും. അതെ. പിന്നെ നേരത്തെ നമ്മുടെ നിഖിലയും നിഖിലയുടെ അച്ഛന്റെയും ആ ഒരു കോംബോയും ആ സ്നേഹം കണ്ടപ്പോ ഞാനും എൻ്റെ പഴയ കാലത്തേക്കൊക്കെ ഒന്ന് സഞ്ചരിച്ചു. എൻ്റെ അച്ഛനും അമ്മയും ഞാൻ 10ാം ക്ലാസ്, ഞാൻ നന്നായി ചെറുപ്പം തൊട്ടേ നന്നായി പഠിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ് ഒക്കെ ഇതൊക്കെ അതെ. അപ്പോൾ 10ാം ക്ലാസ് ഒന്ന് പാസ്സാവാൻ വേണ്ടിയിട്ടും എൻ്റെ വീട്ടുകാരും എൻ്റെ വീടും പറമ്പൊക്കെ വിറ്റ്. അല്ല, സീരിയസ് ആയിട്ട് നിഖിലയുടെ സംഗീതത്തിന് വേണ്ടി അച്ഛൻ സ്ഥലം വീടും വിറ്റതുപോലെ എന്റെ എഡ്യൂക്കേഷന് വേണ്ടിട്ട് എന്റെ വീട്ടുകാരെന്റെ സ്ഥലം വിറ്റു. നാട്ടിൽ നിൽക്കാൻ വയ്യാതെ അച്ഛന് വീട് വിറ്റ് ഓടി രക്ഷപ്പെട്ടു ഒന്നും വേണം പറയാം. പക്ഷെ അവരുടെ ഒരു ആ ഒരു വലിയ മനസ്സിന് ഞാനിപ്പോ അച്ഛനും 10ാം ക്ലാസ് ജയിക്കണം എന്നുള്ള ഒരു ഒറ്റ ചിന്ത അവർക്ക് ജയിച്ചോ? ഇല്ല. ഇപ്പൊ വാടക വീട്ടില. അപ്പൊ അടുത്ത മത്സരത്തിൽ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ഏത് സമയം ഇനി വീട് വെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ വെച്ചേക്കാം. ശരി, ലെറ്റ്സ് വെൽക്കം ശിശിര. ah
തിനൂറ് പെശയണ മലന്തീന് കൊടുമയിൽ ചൊരിയണ മഷിയാക്കി തിനൂറ് പെശയണ കൂരിമാനു തുടിക്കണ് പിടക്കണ് കൂടാനൊരു കുടി തേടി നടക്കണ് വീരമരക്കായൊന്ന് വഹിക്കണ് പേടി മാണ്ട കാട്ടു പെണ്ണി വാ വാ വാ. കണ്ട കൈയുടെ കണ്ടാ കണ്ടു കണ്ടു ഞാൻ കടന്നു വരുമ്പോ ഇതുപോലെ കൈയടിക്കണം തോന്നാറുണ്ടോ? ആ തോന്നാറുണ്ട്. തോന്നാറുണ്ട് അല്ലേ? ശരി ശിശിര, അപ്പൊ എന്തായാലും ക്യാരക്ടർ റൗണ്ടാണ് ഇപ്പൊ കഴിഞ്ഞത്. നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയോ? ആ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ആ കുഴപ്പമില്ലാണ്ട് പാടി പാടി നന്നായി പാടി, അങ്ങനെ പറ. ആ നന്നായി പാടി. ആ ശരി. മഞ്ജരി, എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? കഴിഞ്ഞ എപ്പിസോഡ് വരെ എന്റെ കേളപ്പേട്ടനായിരുന്നു. ദേ ഇന്ന് എന്റെ മലവേടനായിട്ടാണ് വന്നത്. ഇന്നിപ്പോ ശിശിരനെ മലവേടനാക്കിയത് മനഃപൂർവ്വ. അതെന്താ? കാരണം കേളപ്പേട്ടൻ ഒരാൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ശിശിര ഫിനാലിക്ക് എത്തുന്നു, കേളപ്പേട്ടൻ വണ്ടി പിടിച്ച് ഇവിടെ വരുന്നു അല്ലേ? കേളപ്പേട്ടൻ എന്ന് വരും യഥാർത്ഥ കേളപ്പേട്ടൻ? യഥാർത്ഥ കേളപ്പേട്ടൻ വരും. ആ ഫിനാലയിൽ എത്തുവാണെങ്കിൽ വരും. അതെന്ത് പരിപാടിയാ? ഫിനാലയിൽ എത്തുമെങ്കിൽ മാത്രമേ വരുള്ളൂ എന്നുള്ളത്. കേളപ്പേട്ട ഇത്തിരി വിലയുള്ള ആളാ. വിലയുള്ള ആളോ? അല്ല, കുറച്ച് മസിൽ പിടുത്തമുള്ള ഒരാളാ. നമ്മള് ഇത്രയും പിടിതരാതെ നമ്മൾ ഇതുവരെ എത്തിക്കുക എന്നുള്ളതാണ് കേളപ്പേട്ടന്റെ മെയിൻ പരിപാടി. സസ്പെൻസ്. അതെ. അല്ല, ഇപ്പൊ കേളപ്പേട്ടനോട് എന്തെങ്കിലും മാപ്പപേക്ഷയോ അങ്ങനെ എന്തെങ്കിലും? ഇനി മാപ്പൊന്നുമില്ല. ഇനി മാപ്പില്ല, കഴിഞ്ഞു. അന്നത്തെ കൂടി മാപ്പപേക്ഷ നിർത്തി. എല്ലാം കഴിഞ്ഞു. ശരി, ഓക്കെ. അപ്പൊ മഞ്ജരി, എങ്ങനെയുണ്ടായിരുന്നു ശിശിരയുടെ ക്യാരക്ടർ റൗണ്ടിലുള്ള തകർപ്പൻ പെർഫോമൻസ്? ശിശിര എന്തിനാണ് ഈ ക്യാരക്ടർ പാട്ട് സെലക്ട് ചെയ്തത്? ഒന്നാമത് ഈ പാട്ട് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടപ്പോ. പിന്നെ ഒരു മലയാളത്തി പെണ്ണല്ലേ, ഓ ഓ ഓ ഓ അതുകൊണ്ട് ഒരു ഇഷ്ടം, പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട്. അതെ അതെ. ഓക്കെ, കൊള്ളാം, നന്നായിരുന്നു. താങ്ക് യു. ശിശിര നന്നായിട്ട് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ശബ്ദം കുറച്ച് ടയേർഡായതാണോ? ക്ഷീണിച്ചോ? അറിയില്ല. മാമുണ്ടില്ലേ? ഉണ്ട്. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് കുറച്ചുകൂടെ കുഴച്ച് മിക്സ് ചെയ്തൊന്ന് കഴിക്കണമായിരിക്കും. കുറച്ചൊന്ന് ഭക്ഷണത്തിന്റെ ഒരു ക്ഷീണം നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു പാട്ടിനകത്ത്. അപ്പൊ അവിടെ ഇവിടെയൊക്കെ ചില സ്ഥലങ്ങള് ശ്രുതി പ്രശ്നങ്ങളും ചില സംഗതികളൊന്ന് ബാലൻസ് ആവാനുണ്ട്. നേരത്തെ റൗണ്ടിൽ പാടിയപ്പം ഒരു ഗുമ്മുണ്ടായിരുന്നു, ഒരു ഉഷാറുണ്ടായിരുന്നു. ഇപ്പൊ ആ ഉഷാറൊന്ന് ഭർത്താവ് വരാത്തോണ്ടാണെന്ന് തോന്നുന്നു. കേളപ്പേട്ട
എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്? സജിത്ത്. സജിത്തേട്ടാ, ദേ വൈഫ് ഇവിടെ കിടന്ന് ടെൻഷൻ അടിച്ച് നിങ്ങളെ കാണാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്ടോ. ക്ഷീണിച്ചു, അതെ, വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചു. എനിക്ക് ഇന്നത്തെ ഒരു പാട്ടിനകത്ത് അത് മാത്രമേ തോന്നിയുള്ളൂ, ആ ക്ഷീണം അത് വല്ലാണ്ട് അറിയുന്നുണ്ട്. അല്ലാതെ ഉഗ്രൻ സിംഗർ അല്ലേ, അപ്പം അതൊന്ന് നല്ലോണം ഞമ്മൊക്കെ കഴിച്ച് ഒന്ന് ഉഷാറാവണം. ഭക്ഷണം കഴിച്ചാൽ സംഗീതം നന്നാവോ? ഭക്ഷണം കഴിച്ചാല് ആരോഗ്യം ഉണ്ടാവും. ആരോഗ്യം ഉണ്ടാവും. ആരോഗ്യം ഉണ്ടെങ്കിൽ നല്ല സംഗീതം ധൈര്യമായിട്ട് നമുക്ക് ഉഷാറായിട്ട് പാടാൻ പറ്റും. ഓക്കെ, അത്ര അല്ല എന്നിലെ ആ സംഗീതമില്ലായ്മ ഭക്ഷണം കഴിച്ചാൽ മാറുമോ എന്നറിയാൻ വേണ്ടി ചോദിച്ചു. ഭക്ഷണം മാത്രം കഴിച്ചതുകൊണ്ട് മാറില്ല. മാറില്ല അല്ലേ? അതായിരുന്നു ഒരു സംശയം, അത് മാറി. ശരി, വേണു ചേട്ടാ. ശിശിര, ഹായ് സാർ. മഞ്ജരി പറഞ്ഞത് എക്സാക്ട് അത് തന്നെയാണ് എനിക്കും ആവർത്തിക്കാനുള്ളത്. കാരണം ഇതൊരു ഫോക്കിഷ്, ഒരു നാടൻ, ഒരു എനർജി കുറവ്. വാട്ട് ഹാപ്പൻ അതാണ് യു ഹാവ് ടു സേ. എന്തോ ഉണ്ട്. അയ്യോ ഒന്നുമില്ല. സത്യം പറയൂ. അല്ല കുഴപ്പമൊന്നുമില്ല. മട്ടിച്ചാറ് മണക്കുന്നു, കാട്ടുതേന് ഇനിക്കണം, എന്നിട്ട് എന്താ കുറവ്? എന്തെങ്കിലും ഭയം അങ്ങനെ പ്രത്യേകിച്ച് ഭയമൊന്നുമില്ല, എന്നാലും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. വേണിച്ചേട്ടൻ പാട്ട് ശ്രദ്ധിച്ചോന്നറിയില്ല, ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് പേടി മാണ്ടാന്നാണ് ഓൾറെഡി. ഞങ്ങളെ വടകര ഭാഷയായിട്ട് ഒരു കണക്ഷൻ ഉള്ളത് പോലെ തോന്നി. അതും കുറച്ച് ശ്രുതി പ്രോബ്ലംസ്, ഇതെല്ലാം ഇട്ടാൽ ഇറ്റ് ഇസ് ഗുഡ്. ഒരു കൈയടി. താങ്ക് യു സാർ. ഇതിപ്പോ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് നല്ലൊരു പാട്ടായിരുന്നു, നല്ലൊരു സിംഗർ ആണെന്ന് പറഞ്ഞു. ഈയിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറയാൻ വരുന്നത് സെമി ഫൈനൽ എത്തിയപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് കൺഫ്യൂഷൻ നിറഞ്ഞ ഈ ഒരു കമന്റ്സ് പറച്ചിൽ ഇച്ചിരി കൂടിയിട്ടുണ്ട് കേട്ടോ. സസ്പെൻസ് അല്ലേ എല്ലാം. ഇപ്പൊ കാണുന്ന ഞങ്ങൾക്ക് ഇത് നല്ലതാണോ പറയുന്നേ മോശമാണോ പറയുന്നേ എന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ എല്ലാരും എലിമിനേഷൻ വരെ കാത്തിരിക്കേണ്ടി വരും അല്ലേ? അതെ അതെ. ശരി, അപ്പൊ ഞാൻ വേണു സാറിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? സാധാരണ ഞാൻ അങ്ങനെ സമ്മതിക്കാറില്ല, ചോദിച്ചോളൂ. എന്താ പറഞ്ഞായിരിക്കും. അല്ലല്ല, സാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മ്യൂസിക്കൽ ആൽബത്തിന്റെ ഒരു ട്രാക്ക് പാടാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു 1-2 വർഷമായി. സാർ അത് ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, സാറും സുജാത ചേച്ചിയും കൂടിയാണ് ആ പാട്ട് പാടിയത്. അന്ന് പാടുമ്പോ ഞാൻ അറിഞ്ഞില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ട്രാക്ക് പാടിയത്. ഇതെന്തുകൊണ്ട് ആദ്യത്തെ വാരമൊന്നും പറഞ്ഞില്ല? പേടി കാരണം. ആരാ മ്യൂസിക്? അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. ഞാൻ സാറിന് 2 ലൈൻസ് ഒന്ന് പാടിത്തരട്ടെ? കൺമണി നീ ഉറങ്ങ്, താരാട്ട് കേട്ടുറങ്ങ്. ഓർമ്മയുണ്ട്, നല്ല പാട്ടാ. ഓക്കെ സാർ, താങ്ക് യു. അപ്പൊ അങ്ങനെ ഒരു വലിയ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പതാ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് പാട്ട് പാടുന്നു, അവരെ ഞെട്ടിക്കുന്നു, അവരുടെ നല്ല കമന്റ്സുകൾ കേൾക്കുന്നു. ഒരു ചെറിയ റിക്വസ്റ്റും കൂടെ മഞ്ജരി ചേച്ചി. വേറൊരു കാര്യം ചോദിക്കട്ടെ, വരുന്നതിന് മുമ്പ് എത്ര റിക്വസ്റ്റുകൾ ഉണ്ടെന്ന് ആദ്യം എന്നോട് പറയണം കേട്ടോ. തീർച്ചയായിട്ടും പറയാം. ഇനി പറഞ്ഞോളൂ, മഞ്ജരിയോടുള്ള റിക്വസ്റ്റ് പറഞ്ഞോളൂ. എൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹമാണ്, ഡെയിൻ ചേട്ടനും മഞ്ജരിയേച്ചിയും കൂടെ ഈ പാട്ടിനൊരു ഞാൻ ഒത്തുപോയില്ല. മഞ്ജരിയുടെ ഹസ്ബൻഡ് അവിടെ വന്നിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡ് അതുവഴി അങ്ങ് ഓടും, ഒറ്റ പോക്കായിരിക്കും. ഇവിടെ PT മാഷ പോലെ. ശിശിര ഫിനാലെ എത്തുവാണെങ്കിൽ ഞങ്ങളുടെ ഒരു അടിപൊളി ഡാൻസ് ഉണ്ടാവും. ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ ഫിനാലെ എത്തണം ഞങ്ങളുടെ ഡാൻസ് കാണാനെങ്കിലും. ശരി, നന്നായി പാട്ട് പാടാ. അപ്പോ ഒരു വലിയൊരു അവസരമായിട്ട് ഒരു വലിയ ഭാഗ്യം പോലെ ഞങ്ങളുടെ ഡാൻസും കാണാം. അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല, സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു യു. ഓക്കെ, അപ്പൊ ശിശിര നന്നായി പ്രാക്ടീസ് ചെയ്യാ. അടുത്ത റൗണ്ടിന് വേണ്ടി ഓൾ ദി ബെസ്റ്റ്. ഓക്കെ എന്റെ മലവേട, ബൈ. വന്ന ആർക്കും ഇപ്പൊ വിലയില്ലാണ്ടായിരുന്നേ. നാട്ടിൽ ഇതേ അവസ്ഥയാ ആണല്ലേ? ഞാൻ പുറത്തിറങ്ങാറില്ലല്ലോ. ഇപ്പൊ നാട് വിട്ടോ? നാട് വിടില്ല, ഞാൻ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയാലല്ലേ നാട്ടുകാർ കാണുള്ളൂ, ഞാൻ ഇറങ്ങാറില്ല. ശരി, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ മത്സരം തുടർന്നാലോ? തുടരൂ. വാശിയുടെ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഫേവറേറ്റ് സോങ് റൗണ്ടുമായി കടന്നു വരുന്നു നമ്മുടെ സ്വന്തം സൗമ്യ.
തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമായി നമയങ്ങി. വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമായി. വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമായി. വിധുരയാമീ വീണ പൂവിൻ ഇതളറിഞ്ഞ നൊമ്പരം കൺമതിയും കാരിരുളും കണ്ടറിഞ്ഞ വിങ്ങലുകൾ. പഴന്തമിഴ് പാട്ടിഴയും ശ്രുതി പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമായി നമയങ്ങി. കുളിരിനുള്ളിൽ സ്വയമിറങ്ങി കഥമിനഞ്ഞ പൈങ്കിളി. കുളിരിനുള്ളിൽ സ്വയമിറങ്ങി കഥമിനഞ്ഞ പൈങ്കിളി. സ്വരമുറങ്ങും നാവിലെന്തേ വരിമറന്ന പല്ലവി. മഞ്ഞുറയും രാവറയിൽ മാമലരായി നീ കൊഴിഞ്ഞു. പഴന്തമിഴ് പാട്ടിഴയും ശ്രുതി പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമായി നമയങ്ങി. സരസസുന്ദരീമണി അലസമായി ഉറങ്ങിയോ? കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുവോ? വിരലിൽ നിന്നും വഴുതി വീണു വിരസമായൊരാദിതാളം. പഴന്തമിഴ് പാട്ടിഴയും ശ്രുതി പഴയൊരു തമ്പുരു തേങ്ങി. സൗമ്യ, അടിപൊളി അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അല്ലേ? പക്ഷെ റൗണ്ട് മാറിപ്പോയില്ലോ. ഡെയിനിനോടുള്ള പകയായിരിക്കും. കണ്ണൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇതാവുണ്ട് കേട്ടോ. നീ സൂക്ഷിച്ചോ. ഞാൻ ക്യാരക്ടർ റൗണ്ട് വരുമോ ഇനി? വേണമെങ്കിൽ അയക്കോ, നിർത്തണമെങ്കിൽ. സൗമ്യേ, ഇത് ക്യാരക്ടർ റൗണ്ട് അല്ല. ഇത് ക്യാരക്ടർ റൗണ്ടിലായിരുന്നെങ്കിൽ ചിലപ്പോ ഞങ്ങൾ കൈയടിച്ചേനെ. ഇത് റൗണ്ട് മാറിപ്പോയി. ഇനിയെങ്കിലും ഒന്ന് നോക്കിക്കൂടെ? പേടിച്ച വിട്ടാ?
എന്നെ ഇങ്ങനെ ഒന്നും പേടിപ്പിക്കരുത് കേട്ടോ. എന്റെ ചെറിയ കുഞ്ഞുങ്ങളുടെ മനസ്സാ, പെട്ടെന്ന് പേടിക്കും ഞാൻ. പിന്നെ സത്യം, ഞാൻ പേടിച്ചു പോയി. ഞാൻ ഒരു നിമിഷം ഗംഗയാണെന്ന് കരുതിപ്പോയി. ആണോ? ഞാൻ പെട്ടെന്ന് റൗണ്ട് മാറിപ്പോയെന്ന് വിചാരിച്ചു പോയി. നകുലനെ വിളിക്കേണ്ടി വരുമായിരുന്നു. നകുലൻ അവിടെ ജയറാമേട്ടനായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ. അവിടെ ഫുൾ ഫാമിലി നിറഞ്ഞിരിക്കുകയാണ്. പുതിയ കുറെ ആൾക്കാരുണ്ടല്ലോ, ചെറിയ പടയൊക്കെ വന്നിട്ടുണ്ടല്ലോ. ആരൊക്കെയാ? എന്റെ മക്കള്. ആഹാ, 3 മക്കളാണോ? മോനും ഉണ്ട്. അല്ല, ചേച്ചിയുടെ മോനാ ഒരാള്. ആ. എനിക്ക് 2 മക്കള്. അമ്മയുടെ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഒന്ന് കാണട്ടെ, വരൂ. യോ എന്താ വിളിച്ചേ? യോ യോന്നോ? യോന്നാണോ പേര്? അല്ല, വരൂ. പറഞ്ഞേ വരൂന്നാണ്. യോ ഞാൻ എന്തോ ചൈനീസ് ഭാഷ പറഞ്ഞു അങ്ങനെ പറഞ്ഞ പോലെ കൊങ്ങണി കൊങ്ങണി. ആണോ? യാ, അതെന്താ ഒന്ന് യോ ഒന്ന് യാ? അതായത് യോ എന്ന് വിളിക്കുന്നത് കുഞ്ഞുങ്ങളെയാണോ വരാൻ? അല്ല, എല്ലാരോടും വരൂന്ന് പറയുന്നത് യോ എന്ന് പറയും. യോ യാ എന്താ അപ്പൊ? യാ യാ. യാ യാ ഇല്ല. യാ അത്രേ ഉള്ളൂ. ഒരു വാക്കില്ല. യോ യോ വന്നാലോ? വരൂ വരൂ അങ്ങനെയായിരിക്കും. യോ യോ വരൂ വരൂ. ആ, വാ വാ എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. എന്തോരം അറിവ് ഈ വേദിന്ന് കിട്ടുന്നേ. ഞാനിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു അറിവിന്റെ കൊങ്ങിണി അറിയാന്നല്ലേ പറഞ്ഞത്? അറിയാം, അതറിയാം. ഇപ്പൊ പുതിയ കാര്യങ്ങൾ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ മലയാളം എനിക്കറിയാം. മലയാളത്തിൽ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. സംഗീതം എനിക്കറിയാം, സംഗീതത്തിൽ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ. കാര്യം ചോദിക്കട്ടെ, കുറെ നേരമല്ല ക്യാരക്ടർ റൗണ്ട് എന്ന് പറഞ്ഞു നടക്കുന്നോ? ഡെയിൻ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എന്തുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ചില്ല? അല്ല, അതാണ് നേരത്തെ എന്നോട് മഞ്ജരി പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു ക്യാരക്ടർ പ്ലാൻ ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലോ. സത്യം പറഞ്ഞാ എനിക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അതെന്താ? ഐ എം എ ബോൺ ആക്ടർ. എനിക്ക് ഏത് കഥാപാത്രം തന്നാലും ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു ജീവിത അഭിലാഷം. എന്നാ ഞാനിപ്പോ ഒരു ക്യാരക്ടർ എന്താ വേണു ചേട്ടാ പറഞ്ഞോളൂ. ഒരു കള്ളുകുടിയൻ ആയിട്ട് ഒരു ക്യാരക്ടർ. ആ, ആവൂ. ഇപ്പോ അതൊക്കെ അങ്ങനെ ആങ്കർ സിമ്പിൾ ചെയ്യണോ? ആണ്. അങ്ങനെ ആങ്കർ ചെയ്യണോ? അതൊന്നും ആവണ്ട കാര്യമില്ല ചേട്ടാ. അത് ചുമ്മാ അത് അങ്ങനെ തന്നെയാ. വേറെ എന്തെങ്കിലും ഞാൻ കള്ളുടിച്ച് ഇങ്ങനെയല്ല സംസാരിക്കാറ്. ഒരു സൽസ്വഭാവിയുടെ ക്യാരക്ടർ തരാം. സൽസോബയോ? ആ ആ. അപ്പൊ ഇപ്പൊ ഉള്ള പോലെ ഓക്കെ, തമാശകളാ. ശരിക്കും ഒരു ക്യാരക്ടർ പറ. ക്യാരക്ടർ ഏത് ക്യാരക്ടർ വേണം? ചന്തു. ചന്തുവിനെ പോലെ പരിപാടി അവതരിപ്പിച്ചാൽ മതിയോ? ഇതായില്ലല്ലേ? ഇത് ശരിക്കും രൂപമൊക്കെ വരുമ്പോ അങ്ങനെ തോന്നും. അങ്ങനെ തോന്നിയിട്ടുണ്ട്, അങ്ങനെ ചരിത്രമുണ്ട് തോന്നിയിട്ടുള്ള. ആ, ഇപ്പൊ വേണിച്ചേട്ടൻ നേരത്തെ കള്ളുടി എന്നല്ലേ പറഞ്ഞേ? കള്ളുടിയനായിട്ട് വേണമെങ്കിൽ അതോ ശരി. അതായത് ഒരു പരിപാടിക്ക് സൗമ്യ പാടുന്നു. ആ പരിപാടി അലങ്കോലമാക്കാൻ വരുന്ന ഒരു മദ്യം. അല്ലല്ല, അങ്ങനെ പറ്റില്ല. ഞാൻ പരിപാടി ജോലി ചെയ്തോണ്ടിരിക്കുവാണല്ലോ. ഞാൻ ഏത് കഥാപാത്രം ആയാലും ജോലി തുടരും. അതെന്റെ ഒരു വീക്ക് പോയിന്റാ. എനിക്ക് ജോലിയിൽ ഉഴപ്പാൻ പറ്റില്ല. പ്ലീസ്, അങ്ങനെയാണെങ്കിൽ കഥാപാത്രം ചെയ്യില്ല. ചെയ്യൂ. എന്റെ മോളെ കടന്നു വരും. ഇവിടെ വന്ന് നിൽക്കൂ. യോ, ഇവിടെ വരൂ. മോളുടെ പേരെന്താ? ശിവമി. സംസാരിക്കാൻ പ്രശ്നം? കുഴപ്പമില്ല. ഓക്കെ. സൗമ്യയുടെ ഗാനം കൊള്ളടാ, നീ ആള് മോശമല്ല. അത് വിടാ. തീർന്ന അവൻ അതായി. ക്യാരക്ടർ നമ്മളെ പറയണം വേണു ചേട്ടാ. എങ്ങനെയുണ്ടായിരുന്നു സൗമ്യയുടെ പാട്ട്? നമ്മുടെ കൊച്ചിന്റെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. പേടിച്ചേട്ടാ പറയൂ. പേടിച്ചേട്ടാ. സൗമ്യ ഗംഭീരായി. താങ്ക് യു സർ. ഞാൻ ഒരു ചോദ്യം, എന്തിനാ സൗമ്യ ഇങ്ങനെ പേടിക്കുന്നത്? വൈ ഫിയർ when we are here? അമ്പമ്പോ, റൈമിംഗ് കോമഡി. റൈമിംഗ് കോമഡി അല്ല, സീരിയസ്. എന്തായിരുന്നു ഭയത്തിന്റെ കാരണം? പറയൂ. കാരണം അറിയില്ല. ഇത്രയൊക്കെ വന്നില്ലേ? അതെ, എല്ലാരും ഉണ്ട്. സോ യു ഷുഡ് ബി വെരി ഹാപ്പി, പ്രൗഡ് ആൻഡ് ധൈര്യം വേണ്ടേ? അസലായി പാടി സൗമ്യ, വെരി ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഒന്നും അതിൽ പറയാനില്ല. വേണമെങ്കിൽ കുറച്ചുകൂടി കട്സാവായിരുന്നു. എത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ സർ. വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു വേണിച്ചേട്ടൻ ലാസ്റ്റ് വന്നിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി നന്നായി പാടായിരുന്നു എന്നാണ് പറയാൻ വരുന്നത്. കൺഫ്യൂഷനാണ്. ഒന്ന് അവിടെ ഇവിടെ ഒന്നും തൊടാണ്ടാണ്. അത് നല്ലതൊക്കെ പറഞ്ഞു വന്നിട്ട് കുറച്ചുകൂടി നന്നായിട്ട് പാട്ട് പാടായിരുന്നു എന്നാണ് പറയാൻ വന്നതെന്ന് വിചാരിച്ചു. അല്ല, നന്നായി പാടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഞ്ജരിക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഏറ്റവും ഭയങ്കര കളർ കോർഡിനേഷനും ഭയങ്കര ഡ്രസ്സിങ് സെൻസ് ഒക്കെ ആയിട്ട് വരുന്ന ഒരാളാ സൗമ്യ. അതെ. സൗമ്യയുടെ ഇതിന്റെ പിറകിൽ ആരുടെയാണ് കൈകൾ? അമ്മയാണ്. ഏതമ്മ? രണ്ടമ്മമാരുണ്ട്. ഹസ്ബൻഡിന്റെ അമ്മ. ഹസ്ബൻഡിന്റെ അമ്മ എല്ലാം അങ്ങ് തയ്യാറെടുത്തോണ്ടാണ്. അമ്മയാണ് എല്ലാ ഡ്രസ്സും എടുത്തിരുന്നത്. ഞാൻ സ്വന്തമായിട്ട് ഒന്നും വാങ്ങാറില്ല. അമ്മയുടെ സെലക്ഷൻ ആണ്. അപ്പൊ അമ്മ എന്താ പറയാ, ഇന്ന് പഴന്തമിഴ് പാട്ടാണ്, അപ്പൊ പിങ്ക് സാരി എടുത്താൽ മതി, അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു പാട്ടിനൊന്നല്ല, എന്റെ കയ്യിലുള്ള ഡ്രസ്സൊക്കെ അമ്മയുടെ സെലക്ഷനാ. പിന്നെ അമ്മയോട് ചോദിച്ചിട്ടേ എടുക്കാറുള്ളൂ. എന്തെങ്കിലും പ്രോഗ്രാം വരാണെങ്കിലും അമ്മ ഇന്ന് ഇത് പോരെ എന്ന് ചോദിക്കും. അമ്മ ഓക്കെ പറഞ്ഞാൽ അത് ഓക്കെയാണ്. ഓ, അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. അതെ.
അമ്മ സംഗീതത്തിലും ഫാഷൻ സെൻസ് ഒക്കെ അമ്മയ്ക്ക് എല്ലാം ഉണ്ട്. എന്തായാലും അതിസുന്ദരിയായിട്ടുണ്ട് കാണാൻ. താങ്ക് യു. പിന്നെ ഇതിൽ ഓർക്കസ്ട്രയുടെ ഒരു പങ്ക് പറയാതിരിക്കാൻ വയ്യ. ഗംഭീരായിരുന്നു അവരുടെ സപ്പോർട്ട്. ആ വയലൻസും ഫ്ലൂട്ടും എല്ലാരും തന്നെ. അത് നമുക്ക് ആ ഒരു കോമ്പോസിഷൻ ക്രിയേഷൻ ചെയ്ത ആളെയാണ് ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത്. നമ്മുടെ രാധാകൃഷ്ണൻ സാറിന്റെ ഇപ്പൊ ദാസങ്കള് പാടുന്നതായാലും സരസസുന്ദരി എന്നൊക്കെ പാടുമ്പോൾ നമ്മളങ്ങ് ആ ഗൂസ് ബംസ് ഒക്കെ വന്ന് ഇങ്ങനെ ഇരിക്കും. രോമാഞ്ച പുളകിത എന്തായിരുന്നു വേണമെങ്കിലത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നത്? രോമാഞ്ച കഞ്ചിത പുളകിത. അത് തന്നെ. അപ്പൊ അങ്ങനത്തെ ഒരു പാട്ട് സെലക്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു അമ്മ തന്നെ ആയിരിക്കും. ആണോ? ഈ പാട്ട് സെലക്ട് ചെയ്തത് ഞാനാണ്. പക്ഷെ ഉടനെ അപ്പുറത്ത് കണ്ണു ലാസ്റ്റ് ഒപ്പ് വെക്കുന്ന അമ്മയാ. ഓക്കെ, എന്നാ ശരി. ഈ പാട്ടാണോ സെലക്ട് ചെയ്തിരിക്കുന്നത്? എന്നാ ഈ പാട്ട് മതി. എന്നാ അസല് പാട്ട് സെലക്ഷൻ ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നേരത്തെ വേണുചേട്ടൻ പറഞ്ഞതുപോലെ സൗമ്യക്ക് വല്ലാത്തൊരു ഭയം നമുക്ക് പാടുന്നതിൽ ഫീൽ ചെയ്യാം. അവിടെ ഇവിടെയൊക്കെ സൗമ്യയുടെ ആ ഭംഗിയായിട്ട് പാടാൻ ഇടയ്ക്ക് ഞങ്ങളെ നോക്കിയിട്ട് ഒരു കോൺഫിഡൻസോട് കൂടി ചില വരികൾ പാടി. ബാക്കിയൊക്കെ പിന്നെയും തിരിയുമ്പോഴത്തേക്ക് വല്ലാത്ത പേടി ഫീൽ ചെയ്യാം. പേടി വരുമ്പോൾ എന്താന്ന് വെച്ചാൽ ശബ്ദം ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. അപ്പം അതിങ്ങനെ വിറയ്ക്കുമ്പം അത് ശ്രുതിയിൽ ചേർന്ന് നിൽക്കില്ല. അതുകൊണ്ട് പേടി എത്രയും പെട്ടെന്ന് മാറ്റണം. അത് അമ്മയുടെ കയ്യിലാണ്. ഇനി അമ്മ അത് ശരിയാക്കി സാരിയുടെ കൂടെ പേടിയും കൂടെ അങ്ങ് അമ്മ ഏറ്റെടുത്തു. അതെ. അപ്പൊ അതും കൂടെ ഒന്ന് ശരിയായാൽ ബാക്കിയൊന്നുമില്ല. കാരണം അത് കാരണമാണ് ചില ഭാഗങ്ങളൊക്കെ ഷാർപ്പാവാനുള്ള ടെൻഡൻസിയും ഒക്കെ വരുന്നത്. നമ്മൾക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല ശബ്ദം. അപ്പൊ ഒന്ന് കോൺഫിഡന്റ് ആവണം കേട്ടോ. കാരണം നല്ല ഭംഗിയുള്ള ശബ്ദമാണ്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ചില ഭാഗങ്ങളൊക്കെ വയലൻസിന്റെ കൂടെ പാടിയത്, മുകളിലൊക്കെ പാടിയത് നല്ല ഫീൽ ഉണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു. ധൈര്യം വരട്ടെ. പാട്ട് ഇത്രയും ഭംഗിയായിട്ട് പാടി വെച്ചിരിക്കുന്ന പാട്ട്, അതിന്റെ എത്രയെങ്കിലും എനിക്ക് എത്താൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായി. ടെൻഷൻ ഇല്ലാതെ പാട്. അതൊക്കെ നമ്മുടെ രീതിയിൽ നമ്മൾ പാടുക. നമുക്കൊരു ഒരു ഇതുണ്ടല്ലോ, ഒരു കോൺഫിഡൻസ് അതിൽ പാടാം. നമ്മുടെ ശബ്ദം, നമ്മുടെ സ്റ്റൈൽ ഓഫ് സിംഗിങ്, നമ്മുടെ ഭാവം, നമ്മൾ കൊടുക്കുന്ന ഇമോഷൻ, അത് മാത്രം ചിന്തിക്കുക. അതൊക്കെ വേറെ ലെവലാണ്. ദാസങ്കളാണ്. അപ്പം അദ്ദേഹത്തെ നമ്മൾ ആരാധിക്കുന്നു, ദൈവത്തെ പോലെ ആരാധിക്കുന്നു. അതുപോലെ നമ്മൾ പിറകിൽ അതൊക്കെ പഠിച്ച് മുന്നോട്ട് പോകുന്നു. അത്രയും ചിന്തിച്ചാൽ മതി. ശരി. അപ്പോ ഈ പറഞ്ഞ ടെൻഷൻസ് ഒന്നും അടുത്ത റൗണ്ടിൽ വേണ്ട. ഓക്കെ ആണോ? വാക്കാണോ? ശരി. ഇനി സുന്ദരിക്കുട്ടിയുടെയും സുന്ദരിക്കുട്ടന്റെ ഒക്കെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. ശിവമി. ശ്രീനന്ദ്. ഓക്കെ. എത്ര ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടുപേരും? 1. ശരി. അമ്മയുടെ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? അമ്മയാണോ ഇതൊക്കെ സെലക്ട് ചെയ്ത് തന്നെ? അമ്മൂമ്മയാണോ? അമ്മൂമ്മയാ? അമ്മൂമ്മ. ആഹാ, അമ്മൂമ്മയാണ് മൊത്തത്തിൽ ഇവിടെ ഒരു ഫാഷൻ ഐക്കൺ അല്ലേ? അമ്മൂമ്മേനെ ഇവിടെ ഇനി കോസ്റ്റ്യൂംസിൽ എടുക്കാൻ പോവാ, കോസ്റ്റ്യൂം ഹെഡ് ആയിട്ട്. അതെ. ശരി. അപ്പൊ എന്തായാലും പൊക്കോളൂ എന്നുള്ളതിന് എന്താ പറയാ? വേർച്ചോ? അവിടെ നിന്നിട്ട് യോ എന്ന് പറഞ്ഞാ പോരെ? എന്നാ അവിടെ നിന്നിട്ട് അതാ എളുപ്പം. യോ 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 സിമ്പിൾ. യോ സൗമ്യയോ? എല്ലാവരും ഒന്നും പറഞ്ഞില്ല. യോയോ ഇവിടെ ഇനി കഷ്ടപ്പെടണം. ഡീനെ എന്നെ ഒന്ന് അവിടേക്ക് അങ്ങോട്ട് യോ. താങ്ക് യു. നമ്മളെന്തൊക്കെ പഠിക്കുന്നു അല്ലേ? സത്യം. വേണുചേട്ടാ മഞ്ചരി, മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 ഈ സെമി ഫൈനൽ വേദിയിൽ ഞാൻ കഴിഞ്ഞ റൗണ്ടുകളിലൊക്കെ നമ്മുടെ മ്യൂസിക്കൽ വൈഫ്സിനെ ടെൻഷൻ അടിപ്പിക്കുന്നു, അവർക്ക് കൂടുതൽ ടെൻഷൻ കൊടുക്കുന്നു എന്നൊക്കെ നിങ്ങൾ പരാതി പറഞ്ഞല്ലോ. അവർക്ക് വേണ്ടി ഞാൻ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്താ അത്? ഈ സെമി ഫൈനൽ വേദിയിൽ ഒരു ഫൈനലിസ്റ്റിനെയാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഒരു സാധാരണ വീട്ടമ്മയായി ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. എല്ലാ റൗണ്ടുകളും താണ്ടി ഇവിടുന്ന് കപ്പടിച്ചു പോകുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രുതി. ശ്രുതി, നമ്മുടെ മ്യൂസിക്കൽ വൈസിനൊക്കെ ഒരു വലിയ പ്രചോദനം നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രുതി ഇവിടെ എത്തിച്ചത്. പ്രചോദനം ആവൂലേ? കൊടുക്കാൻ പറ്റുന്ന വിചാരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പുറത്തൊക്കെ റെസ്പോൺസ്? വിന്നറായി കപ്പെടുത്ത് പൊക്കി എന്ത് പറഞ്ഞു എല്ലാരും? എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. നല്ല റെസ്പോൺസ് ആയിരുന്നു. കുറച്ചൊക്കെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി. ജീവിതം എങ്ങനെയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അതൊക്കെ അറിയാനാണ് ഞങ്ങൾക്ക് താല്പര്യം. ചെന്നൈയിൽ എന്ത് പറ്റി? അതെ, ചെന്നൈയിൽ പിന്നെ ഞാൻ പോയിട്ടില്ല. ഫിനാലേക്ക് കപ്പ് അടിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോണ്ടി വന്നില്ല. വന്നില്ല. ഇവിടെ ഞാൻ ബിസിയാണ്. സമ്മാനത്തുക എന്ത് ചെയ്തു?
പറഞ്ഞോ, കുഴപ്പമില്ല, പറഞ്ഞോ. എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ, അല്ലേ? എന്താ ചെയ്യണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ചില ആൾക്കാര് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ഒരു പ്രസ്റ്റീജിയസ് സ്റ്റേജിൽ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ അത് ചെക്ക് മാറാതെ അത് തന്നെ അങ്ങനെ ഷോക്കേസിൽ വെച്ച് സൂക്ഷിക്കും. അങ്ങനെ വല്ലതും ഉണ്ടോ? തന്ന പ്രൈസ് ചെക്ക് ഞാൻ നല്ല ലാമിനേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ അതവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ. അല്ല, ചെക്ക് ബാങ്കിൽ കൊടുത്ത് മാറണ്ടേ? അത് മാറും, ഇത് ഫോട്ടോ കോപ്പിയാ. വേണുചേട്ടാ, Yes. ദാ ഒരു സാധാരണ വീട്ടമ്മയായിട്ട് ഇവിടെ വരുന്നു, അതെ. കപ്പടിക്കുന്നു, ദാ വിന്നറായി, ഇപ്പതേ ഒരുപാട് ആരാധകരുള്ള ഒരു സിംഗറായി. എന്ത് പറയുന്നു? സാറിന്റെ കമന്റ്സ് ഞാൻ മിസ് ചെയ്തിരുന്നു ഫിനാലേക്ക്. സാറില്ലായിരുന്നല്ലോ നമ്മുടെ നമ്മുടെ ഒരു എന്താ പറയണത്, ഡിഫറെന്റ് ഒരു സിംഗർ വിത്ത് എ വെരി ഡിഫറെന്റ് വോയിസ്, വെരി ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ്, എല്ലാം. സോ വെരി ഹാപ്പി. ഇവിടെ എപ്പോഴും കാണുന്നു, ഇനി ഇങ്ങനെയും എന്നും കണ്ടുകൊണ്ടിരിക്കും. Thank you, sir. മഞ്ജരി, ശ്രുതി എസ് ബാബുവിന്റെ ഒരു തകർപ്പൻ പെർഫോമൻസ് ആയാലും അന്ന് ഫിനാലേക്ക് കണ്ടതാ. ഇവിടെ പാടിയിട്ട് പോയാ മതി. അതെ, പാടിയിട്ട് വിടുന്നുള്ളൂ, തകർക്കണം. ഓക്കെ, നോക്കാം. ഓക്കെ. अलीदा पहला नंबर, ओ लाल मेरे, ओ लाल मेरे। चार चराग तेरे बरन हमेशा, चार चराग तेरे बरन हमेशा, चार चराग तेरे बरन हमेशा। पंजवा में बारण आई बला झूले लालन, पंजवा में बारण, पंजवा में बारण आई बला झूले लालन। सिंदड़ी दा सेवण दास की शाबाश कलंदर, दमादम मस्त कलंदर, अली दम दम दे अंदर, दमादम मस्त कलंदर, अली दा पहला नंबर। ओ लाल मेरे, ओ लाल मेरे। हिंद सिंध पीरा तेरी नौबत बाजे, हिंद सिंध पीरा तेरी नौबत बाजे, हिंद सिंध पीरा तेरी नौबत बाजे। नाल बजे घड़ी आल वाला झूले लालन, ओ नाल बजे, ओ नाल बजे घड़ी आल वाला झूले लालन। सिंदड़ी दा सेवण दास की शाबाश कलंदर, दमादम मस्त कलंदर, अली दम दम दे अंदर, दमादम मस्त कलंदर, अली दा पहला नंबर। ओ लाल मेरे, ओ लाल मेरे। ओ हो
शाबाश कलंदर दमादम मस्त कलंदर अली दम दम दे अंदर दमादम मस्त कलंदर अली दा पहला नंबर ओ लाल मेरी पथ रखियो भला झूले लालन सिंधड़ी दा सेवन दा सखी शाबाश कलंदर दमादम मस्त कलंदर अली दम दम दे अंदर दमादम मस्त कलंदर अली दा पहला नंबर दमादम मस्त कलंदर अली दम दम दे अंदर दमादम मस्त कलंदर अली दा पहला नंबर ओ दमादम मस्त कलंदर अली दम दम दे अंदर दमादम मस्त कलंदर अली दा पहला नंबर. ഇന്നതാ നമ്മുടെ 7 മ്യൂസിക്കൽ വൈബ്സിന്റെയും ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് അവരൊക്കെ ഞെട്ടിച്ചു. പക്ഷെ നാളെ അവരുടെ രണ്ടാമത്തെ റൗണ്ട് ഉണ്ട്. അത് കഴിഞ്ഞാൽ അവർക്ക് പ്രിയപ്പെട്ട ഒരു പരിപാടി ഉണ്ട്. അതെന്താ? എലിമിനേഷൻ. ഈ പ്രാവശ്യത്തെ എലിമിനേഷൻ ഇച്ചിരി ടഫ് ആയിരിക്കും മഞ്ചരി. കാരണം എന്താണെന്നറിയോ, നിങ്ങളുടെ ജഡ്ജ്മെന്റ് അത്രയധികം കൺഫ്യൂസിംഗ് ആണ്. പണ്ട് ആദ്യത്തെ റൗണ്ടൊക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്ക് നല്ല ഒരു കമന്റ്സ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കണ്ടസ്റ്റിന് നല്ല കമന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ പ്രിഡിക്ട് ചെയ്യാനേ പറ്റില്ല അല്ലേ? നിങ്ങൾ മനഃപൂർവ്വം അങ്ങനെ ഒരു കൺഫ്യൂസിംഗ് ജഡ്ജ്മെന്റ് പറയണം എന്ന് തീരുമാനിച്ച് പറഞ്ഞു തുടങ്ങിയതാണോ? അങ്ങനെയൊന്നുമല്ല. ഞങ്ങള് പറഞ്ഞു പറഞ്ഞപ്പോ അങ്ങനെ ആയി പോയതാണ്. അങ്ങനെയാണോ? അത് ഡെയിനിന് തോന്നിയതാ. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല കൺഫ്യൂഷൻ ആണ്. ഇതിൽ ആരൊക്കെ നന്നായി പാടിയുണ്ട്, ആരൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടോ അവർക്ക് എന്നൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും ആരൊക്കെ ഫിനാലിലോട്ട് എത്തും എന്നറിയാൻ നാളെ കൂടി കാത്തിരിക്കണം. നാളെയാണ് നമ്മുടെ 7 മ്യൂസിക്കൽ വൈബ്സിന്റെ രണ്ടാമത്തെ റൗണ്ട് സെമി ഫൈനലില്. അപ്പൊ എന്തായാലും സെമി ഫൈനൽസ് നാളെ തുടരും. ഇത് മ്യൂസിക്കൽ വൈബ്സ് ഗ്രാൻഡ് ഫിനാലെ പവേർഡ് ബൈ ഈസ്റ്റേൺ. അപ്പോ നാളെ വരയ്ക്കും ബൈ, ഗുഡ് നൈറ്റ്.